നമസ്കാരം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത നിലപാടുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബി.ജെ.പി. എം.പി. നിഷികാന്ത് ദുബെ സഭയിൽ നോട്ടീസ് നൽകിയത്. ഭീഷണി വില പോവില്ല എന്നും രാഹുൽ ഗാന്ധിക്കെതിരെ എത്രയോ കേസുകൾ വന്നിട്ടുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. ഇതിനിടെ തന്നെ നീക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് പരിഗണിക്കണമെന്ന് സ്പീക്കർ ഓം ബിർല ആവർത്തിച്ചു. ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമുയർത്തിയ രാഹുൽ ഗാന്ധിയെ പൂട്ടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഭരണപക്ഷം. അവകാശ ലംഘന നോട്ടീസ് നൽകാനായിരുന്നു നീക്കമെങ്കിലും പാർലമെന്റ് അംഗത്വം റദ്ദു ചെയ്യാനും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബജറ്റ് ചർച്ചയിൽ തെളിവുകളൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. മുൻകൂട്ടി അറിയിക്കാതെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെ എപ്സ്റ്റീൻ ഫയൽ ആരോപണം ഉയർത്തി തുടങ്ങിയവയാണ് ആക്ഷേപം. ജോർജ് സോറോസിനെ പോലെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചേർന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, ദുരൂഹമായ യാത്രകൾ നടത്തുന്നുവെന്നും നോട്ടീസിൽ ആരോപിക്കുന്നുണ്ട്. ആജീവനാന്ത വിലക്കാണ് ആവശ്യപ്പെടുന്നത് എന്നാണ് നോട്ടീസ് നൽകിയ നിഷികാന്ത് ദുബെ എം.പി. വ്യക്തമാക്കിയത്. അതേസമയം ഒരു ഭീഷണിക്കും രാഹുൽ ഗാന്ധി വഴങ്ങില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. പക്ഷാപാതപരമായി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് സ്പീക്കർ ഓം ബിർലയ്ക്കെതിരെ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ ഭരണപക്ഷത്തിന്റെ നീക്കം. സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി നോട്ടീസ് തള്ളാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നീക്കം നടത്തുമ്പോൾ അത് പരിഗണിക്കണമെന്നാണ് ഓം ബിർല ആവശ്യപ്പെടുന്നത്. നോട്ടീസ് പരിഗണിച്ചാൽ ബജറ്റ് സമ്മേളനത്തിന്റെ അടുത്ത ഘട്ടമായ മാർച്ചിൽ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. പാർലമെന്റിലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഭരണപക്ഷ എംപിമാർക്കെതിരെ പ്രതിപക്ഷം നടപടി ആവശ്യപ്പെടുന്നതിനിടെ സ്പീക്കറുടെ ചേംബറിൽ വെച്ച് കോൺഗ്രസ് എം.പി. പകർത്തിയ ദൃശ്യങ്ങൾ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജു പുറത്തുവിട്ടു. സ്പീക്കറോട് തട്ടിക്കയറുന്ന പ്രതിപക്ഷാംഗങ്ങളുടെ നിലപാടിനെയും മന്ത്രി ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും ലോക്സഭയിൽ ഇപ്പോൾ കടുത്ത വാദപ്രതിവാദങ്ങൾക്കാണ് ഇരുപക്ഷവും സാക്ഷ്യം വഹിക്കുന്നത്. ഭരണപക്ഷത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത് എവിടെ കൊണ്ടെത്തിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത്.